ഓം നവതാരവരിഷ്ടം തം സർവാനുഗ്രഹദായിനം നാരായണഗുരും വന്ദേ സർവമംഗളസിദ്ധയേ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ. ശ്രീ ഗുരുവും ശ്രീ ശാരദയും കൂട്ടായ്മയിലെ മുഖ്യ അഡ്മിൻ അനിൽജിക്കും മറ്റ് അഡ്മിൻസിനും ഈ കൂട്ടായ്മയിലെ എല്ലാ ആത്മസഹോദരങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. മേടമാസത്തിലെ തിരിച്ചതയം മുതൽ സമാരംഭിച്ച 100 ദിന പൂജാ സമർപ്പണത്തിൻ്റെ 11ാം ദിവസമായി ഇന്ന് എനിക്ക് കിട്ടിയിരിക്കുന്നത് സുബ്രഹ്മണ്യ കീർത്തനം 3-ാം ശ്ലോകമാണ്. ഇതൊരു ഭഗവത് അനുഗ്രഹമായി കരുതിക്കൊണ്ട് ഗുരുവിനെക്കുറിച്ചും കൃതികളെക്കുറിച്ചും 2 വാക്ക്. അജ്ഞാനത്തിൻ്റെ അന്ധകാരത്തിലേക്ക് വിജ്ഞാനത്തിൻ്റെ വെളിച്ചവും ഭേദചിന്തയുടെ വിഭ്രാന്തിയിലേക്ക് അഭേദചിന്തയുടെ ബോധവും തെളിമയും കൊണ്ടുവന്നത് ശ്രീനാരായണ ഗുരുദേവനാണ്. ഗുരു അനുകമ്പാമൂർത്തിയാണ്, കാരുണ്യവാനാണ്, ശാന്തസ്വരൂപനാണ്. അത്തരം ഒരു ഗുരു നമ്മുടെ മനസ്സിലിരിക്കുമ്പോൾ അവിടെ അശാന്തിക്കും ക്രോധത്തിനും അജ്ഞതയ്ക്കും ഇടമുണ്ടാവില്ല. നമ്മുടെ ജീവിതത്തിൽ സദാ ഗുരുവിൻ്റെ ആദർശങ്ങൾ ഉണ്ടായിരിക്കട്ടെ. അതാണ് ഗുരു സാക്ഷാത്കാരം. നീ സത്യം ജ്ഞാനമാനന്ദം. ദൈവം എന്ന് വെച്ചാൽ സത്യമാണ്, ജ്ഞാനമാണ്, ആനന്ദമാണ് എന്നാണ് ഗുരുദേവൻ പഠിപ്പിക്കുന്ന സത്യസ്വരൂപം. ആ ജ്ഞാനസ്വരൂപം, ആ ആനന്ദസ്വരൂപം എന്താണെന്ന് മനസ്സിലാക്കാൻ ചിന്തയും ധ്യാനവും മനനവും വേണം. എങ്കിലേ ഗുരുവിൻ്റെ മഹത്തായ ദൈവസ്വരൂപത്തെ നമുക്ക് അന്വർത്ഥമാക്കുവാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ജീവിതം സന്തോഷഭരിതമാക്കാനുള്ളതാണ്. ആ സന്തോഷത്തിലേക്കുള്ള യാത്രയാണ് നമ്മുടെ ഓരോ കർമ്മങ്ങളും. ഇതൊരു സാധനയാണ്, പരമമായ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിനുള്ള സാധന. ഇതിലേക്ക് വഴിയൊരുക്കുവാൻ വേണ്ടി ഗുരുദേവ കൃതികൾ പഠിക്കുകയും ഗുരുദേവ വചനങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യണം. ഗുരുവിൻ്റെ കൃതികളെല്ലാം തന്നെ ഗുരുവിൻ്റെ ദർശനങ്ങളാണ്. ദർശനമെന്നാൽ അകക്കണ്ണുകൊണ്ടുള്ള കാഴ്ച. അത്യപൂർവവും നിഗൂഢവുമായ ഒരു അനുഭവമാണത്. ഗുരുവിൻ്റെ ഹൃദയത്തിലുണ്ടായ ആ അനുഭൂതിയാണ് വാക്കുകളിലേക്ക് ആവാഹിച്ച് ഗുരുദേവ കൃതികളായി മാറിയത്. ആദ്യകാലത്ത് ശ്രീകൃഷ്ണനായിരുന്നു ഗുരുവിൻ്റെ ഇഷ്ടദേവത. പിന്നീട് സുബ്രഹ്മണ്യ ഉപാസകനായി മാറി. അവധൂത കാലഘട്ടത്തിൽ എഴുതപ്പെട്ടതാണ് സുബ്രഹ്മണ്യ സ്തോത്രങ്ങൾ. എനിക്കിന്നിവിടെ മന്നം ചെയ്യാൻ കിട്ടിയിരിക്കുന്ന സുബ്രഹ്മണ്യ കീർത്തനവും മരുത്വ മലയിൽ വെച്ചാണ് എഴുതപ്പെട്ടത്. സുബ്രഹ്മണ്യ ഭഗവാന്റെ സാമീപ്യം ഗുരുവിനുണ്ടായപ്പോൾ എഴുതിയതാണ് സുബ്രഹ്മണ്യ കീർത്തനം. സുബ്രഹ്മണ്യ കീർത്തനത്തിൽ ഗുരു ഭഗവാനോട് സംസാരിക്കുകയാണ്. ഒരു കുഞ്ഞിനോടെന്ന പോലെയോ ഒരു അമ്മയോടെന്ന പോലെയോ കൂട്ടുകാരോടെന്ന പോലെയോ നമുക്ക് ഭഗവാനോട് സംസാരിക്കാമെന്ന് ഗുരു ഇവിടെ കാണിച്ചു തരികയാണ്. ഭക്തൻ്റെ മനസ്സിലെ ഇഷ്ടമാണ് ഭഗവാനോട് എങ്ങനെ സംസാരിക്കണമെന്നത്. സുബ്രഹ്മണ്യ കീർത്തനം 1-ാം ശ്ലോകത്തിൽ ഗുരു സുബ്രഹ്മണ്യ ഭഗവാനെ ഭംഗിയായി വർണ്ണിച്ചിട്ട് എൻ്റെ അടുത്ത് വന്ന് എൻ്റെ ദുഃഖമെല്ലാം അകറ്റണമെന്ന് ആവശ്യപ്പെടുകയാണ്. 2-ാം ശ്ലോകത്തിൽ സുബ്രഹ്മണ്യ ഭഗവാനല്ലാതെ മറ്റാരും ആശ്രയമില്ലെന്നും അടുത്തെത്തി സത്യാനുഭൂതി തന്ന് അനുഗ്രഹിക്കണമെന്നും ആവശ്യപ്പെടുന്നു. ഇതൊന്നും പറ്റുന്നില്ലെന്നായപ്പോൾ 3-ാമത്തെ ശ്ലോകത്തിൽ ഗുരുദേവൻ സുബ്രഹ്മണ്യ ഭഗവാന്റെ വാഹനമായ മയിലിനോട് പറയുകയാണ്, സുബ്രഹ്മണ്യ ഭഗവാൻ നിൻ്റെ മുതുകിലേറി ഇരിക്കുമ്പോൾ ഒന്നും പറയാതെ ഒരു മടിയും കാണിക്കാതെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണമെന്ന്. 3-ാം ശ്ലോകത്തിലേക്ക് കടക്കുകയാണ്. ജ്യോതിശ്ചക്രം കണക്കൻ മനമിളകി മറിഞ്ഞായുരന്തം വരും മുൻ ബോധക്കേടൊക്കെ നീക്കിത്തരിക മൃതരുൾ തേൻ തുളുമ്പും പദം തേ പാതിപ്പെൺമൈ മകൻ നിന്തിരുവടിയുടെ മേലേറിയാടുന്ന നേരം മോദിച്ചേതും മടിക്കാതെ അവനെ ഇവിടെ നീ കൊണ്ടുവാ തങ്കമയിലേ. ഇവിടെ ജ്യോതിശ്ചക്രം എന്ന വാക്ക് എന്തുകൊണ്ടാണ് ഗുരു ഉപയോഗിച്ചത്? ജ്യോതിശ്ചക്രം എന്നാൽ തേജോ ഗോളം എന്നാണ്. ജ്യോതിശ്ചക്രത്തിന് പകരം ഇവിടെ സൂര്യൻ്റെ പ്രകാശചക്രമെന്നോ അലാത ചക്രമെന്നോ എന്നൊക്കെ പറഞ്ഞാലും മതിയാകുന്നിടത്ത് ജ്യോതിശ്ചക്രം എന്ന വാക്കാണ് ഗുരു ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം വിധി നിയോഗം എന്ന സൂചന കടന്നു വരാനാണ്. ജ്യോതിശ്ചക്രം എന്ന വാക്ക് ഉപയോഗിച്ചാലേ ആ അർത്ഥവ്യാപ്തി കൈവരൂ. ഉചിതമായ പദം ഉചിതമായ സ്ഥാനത്ത് ഉചിതമായ സമയത്ത് തോന്നേണമേ എന്ന് ഭാരതീ പദാവലി തോന്നേണം കാലേ കാലേ എന്ന് മലയാള ഭാഷയുടെ പിതാവ് എഴുത്തച്ഛൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നാൽ ശ്രീനാരായണ ഗുരുദേവന് അങ്ങനെയുള്ള ഒരു പ്രാർത്ഥനയും ഇല്ലാതെ തന്നെ അക്ഷരങ്ങൾ വാക്കുകളായും വാക്കുകൾ വരികളായും ഉചിതമായ സന്ദർഭത്തിൽ കൈവരുന്നു. ഇവിടെ 3-ാം ശ്ലോകത്തിൽ ഗുരു സുബ്രഹ്മണ്യ ഭഗവാനോട് പറയുകയാണ്,
ജ്യോതിശ്ചക്രം കണക്കൻ മനമിളകി മറിഞ്ഞായുരന്തം വരും മുൻ ബോധക്കേടൊക്കെ നീക്കിത്തരിക അമൃതരുൾ തേൻ തുളുമ്പും പദം തേ പാതിപ്പെൺമൈ മകൻ നിന്തിരുവടിയുടെ മേലേറിയാടുന്ന നേരം മോദിച്ചേതും മടിക്കാതെ അവനെ ഇവിടെ നീ കൊണ്ടുവാ തങ്കമയിലേ. തേജോഗോളങ്ങൾ പോലെ എൻ്റെ മനസ്സ് വിഷയമോഹത്തിൽപ്പെട്ടിളകി മറിഞ്ഞ് ജീവിതത്തിൻ്റെ അവസാനം വന്നെത്തുന്നതിന് മുൻപ് സ്വരൂപമായ ബോധത്തിന് വന്നുപോയിട്ടുള്ള കളങ്കങ്ങളൊക്കെ മാറ്റി അങ്ങയുടെ അമൃതമയമായ കാരുണ്യമത് ഊറിത്തുളുമ്പുന്ന കാലടി തന്ന് അനുഗ്രഹിക്കുക. സുബ്രഹ്മണ്യ ഭഗവാന്റെ വാഹനമായ ഓമനമയിലെ ദിവ്യനായ അവിടുത്തെ മുതുകിലേറി തുള്ളിക്കളിക്കുമ്പോൾ സന്തോഷിച്ച് അല്പവും അമാന്തിക്കാതെ ആ സുബ്രഹ്മണ്യ ഭഗവാനെ അവിടുന്ന് എൻ്റെ സാമീപ്യം കൊണ്ടെത്തിക്കുക. ഗുരുദേവ കൃതികളിലെ സൗന്ദര്യ ദർശനം ആർക്കും കണ്ടു തീർക്കാനാവില്ല. ഗുരുവിൻ്റെ കൃതികളിൽ പറയുന്ന പദങ്ങൾക്ക് നിഘണ്ടുവിലെ അർത്ഥം പറഞ്ഞാൽ അത് അർത്ഥമല്ല, അനർത്ഥമാണ്. എല്ലാവരും അവനവനെക്കൊണ്ട് കഴിയാവുന്ന വിധത്തിൽ ഗുരുധർമ്മത്തെ ജീവിതത്തോട് ചേർത്ത് അതിൻ്റെ നല്ല ഫലങ്ങൾ കാട്ടി അവരനെ കൂടി അതിലേക്ക് വഴികാട്ടുക. പുതുതലമുറയ്ക്ക് ഇവിടെ സ്വസ്ഥമായി ജീവിക്കാൻ വേണ്ടിയുള്ള സാഹചര്യം ഒരുക്കാൻ, ഗുരുഭക്തി വളർത്താനും ഗുരുവിൽ സമർപ്പിതമായി ആ പാദങ്ങൾ പിന്തുടർന്ന് സുഖജീവിതത്തിലേക്ക് ലക്ഷ്യം വയ്ക്കാനും നമ്മുടെ കൂട്ടായ്മയ്ക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഇത്രയും നേരം എന്നെ ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.